ഇന്ന് നടൻ പ്രകാശ് രാജ് തൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ വന്നത് ഒരു തമാശ പറയാനാണ്. അദ്ദേഹം പറയുന്ന തമാശ ഇങ്ങനെയാണ്. Dear friends, Satyu, I want to share a joke with you. I am one of the 65 lakh voters whose vote right has been deleted from Bangalore constituency after SIR. Nice joke, no? I was born in this constituency. I lived in this constituency. I had my schooling, college, theatre. And for your kind information, I was an MP candidate of this constituency too. Well, the joke is nice. Game on. Let me see what is the process I have to go through. क्या क्या कागज दिखाना पड़ेगा to get back my voter ID. Well, game on. But one little word. My friend, you can use your powers to deny few of the citizens the right to vote who may not elect you. But can you stop us, my dear friend, from our power of bringing you down? Just asking. Bye. അദ്ദേഹം പറഞ്ഞ തമാശ കേട്ടല്ലോ. ഇതാണ് രാജ്യത്ത് നടക്കുന്നത് എന്ന് ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം. ജനങ്ങൾക്കറിയാമെന്ന് ഭരണകൂടത്തിനും അറിയാം. എന്നിട്ടും അവരത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കർണാടകയിൽ നടന്ന SIRൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. പ്രകാശ് രാജ് ജനിച്ചതും വിദ്യാഭ്യാസം ചെയ്തതും വളർന്നതും തിയേറ്റർ ആക്ടിവിറ്റീസ് നടത്തിയതും എന്തിനേറെ പറയുന്നു ബംഗളൂരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് 2019 മത്സരിച്ചതും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം ചിലവഴിച്ച പ്രദേശമാണ് ബാംഗ്ലൂർ. അവിടുത്തെ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആ വോട്ടർ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് വെട്ടിമാറ്റിയിരിക്കുന്നു, നിഷ്കരണം വെട്ടിമാറ്റിയിരിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നത് ഇനിയും വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റാൻ ഞാൻ എന്തെല്ലാം കടലാസുകളാണ് ഹാജരാക്കേണ്ടത് എന്നാണ്. സമാനമായ മറ്റൊരു സംഭവം നമ്മൾ കണ്ടത് ബംഗാളിലാണ്. ഇന്ത്യയിലെ ഏറെ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകൻ R. രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് അമേരിക്കയിൽ വെച്ച് നടന്ന വിവാഹത്തിന് പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് പാസ്പോർട്ട് കൊടുക്കാൻ അധികൃതർ വിസമ്മതിച്ചു. കാരണം പറഞ്ഞത് SIRൽ അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ വോട്ടില്ലാത്തതുകൊണ്ട് പേരില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് തരാൻ കഴിയില്ല എന്ന് രാജഗോപാലിനെ അറിയിച്ചു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ദീർഘകാല പ്രാബല്യമുള്ള അമേരിക്കൻ വിസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുന്നിട്ട് പോലും ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊരു ദുഃഖകരമായ സംഭവം അദ്ദേഹത്തിന് ഉണ്ടായതിനെ തുടർന്ന് രാജ്യമെങ്ങും വലിയ പ്രതിഷേധമുണ്ടായി. മാധ്യമപ്രവർത്തക സമൂഹം ഒന്നടങ്കം ഇതിനെതിരായി രംഗത്ത് വരികയും പാസ്പോർട്ടും വോട്ടർ പട്ടികയുമായി കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് നീതി നിഷേധിച്ചതിനെതിരായി രംഗത്ത് വരികയും വലിയ തോതിലുള്ള സമ്മർദ്ദം ഉയർത്തിയതിൻ്റെ ഭാഗമായി ഒടുവിൽ ഭരണകൂടം അദ്ദേഹത്തിന് പാസ്പോർട്ട് കൊടുക്കാൻ തയ്യാറായതും നമ്മൾ കണ്ടു. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി വിമർശനാത്മകമായി സംസാരിക്കുകയോ പ്രതികരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആരായാലും, അതെത്ര വലിയ ആളായാലും, അവരെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന കഥ പ്രകാശ് രാജിലൂടെയും തുടരുകയാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ പുതിയ തലമുറ കാണുന്നുണ്ട്. അദ്ദേഹം പുതിയ തലമുറയുടെ സമരത്തിൽ പോയി പങ്കെടുത്തു. കേവലം ഒരു നടനായി മാത്രം അറിയപ്പെട്ടിരുന്ന പ്രകാശ് രാജ്, ഗൗരി ലങ്കേഷ് എന്ന മാധ്യമപ്രവർത്തക ബംഗളൂരുവിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് ശേഷമാണ് BJPയുടെ നരേന്ദ്രമോദിയുടെ കണ്ണിലെ കരടായത്. അതിനുശേഷം രാജ്യത്ത് നടക്കുന്ന അനീതിക്കെതിരായിട്ട് അദ്ദേഹം തുടർച്ചയായി പ്രതികരിച്ചു പോരുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ശ്രദ്ധേയമായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വിമർശകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന പ്രകാശ് രാജിന് ഒടുവിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികാര നടപടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നത്. ഇങ്ങനെ എത്രയൊക്കെ പേരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയാലും ഒരു കാര്യം മോദി ഭരണകൂടത്തെ കാത്തിരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചും പ്രകാശ് രാജ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട്. അപ്പം അത് ഇവിടുത്തെ ഭരണാധികാരികൾ ഓർത്താൽ നന്ന്.